നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കരിയാട് തണൽ അഭയ ഡയാലിസിസ് സെന്റർ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രോഗികൾ. ജീവിതം വഴിമുട്ടുമെന്ന് ചൂണ്ടിക്കാട്ടി രോഗികൾ നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകി. ടിക്കറ്റ് വരുമാനത്തിൽ ഉയർന്ന പ്രതിദിന കളക്ഷനുമായി കണ്ണൂർ KSRTC. ഇക്കഴിഞ്ഞ 5-ാം തീയതി ലഭിച്ചത് 49,38,469 രൂപ. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘത്തിലെ ഖാദി നെയ്ത്ത് തൊഴിലാളികൾക്ക് റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് കാണാൻ ക്ഷണം. നെയ്ത്ത് തൊഴിലാളികളായ ബിന്ദുവിനും എലിസബത്തിനുമാണ് സുവർണാവസരം ലഭിച്ചത്. വാർത്തകൾ വിശദമായി. പാനൂർ നഗരസഭയിലെ കരിയാട് തണൽ അഭയ ഡയാലിസിസ് സെന്റർ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ രോഗികൾ പ്രതിഷേധത്തിൽ. നിലവിൽ 22 രോഗികൾ ചികിത്സ തേടുന്ന സെന്ററിന് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. ബദൽ മാർഗങ്ങളില്ലാതെ തങ്ങളുടെ ജീവിതം വഴിമുട്ടുമെന്ന് ചൂണ്ടിക്കാട്ടി രോഗികൾ നഗരസഭ ഓഫീസിലെത്തി ചെയർപേഴ്സൺ നൌഷദ് കൂടത്തിലിന് നിവേദനം നൽകി. നിർധനരായ വൃക്കരോഗികൾക്ക് ആശ്വാസമായി 2020 മാർച്ചിലാണ് പാനൂർ കരിയാട് അഭയ എന്ന പേരിൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. സൗജന്യ നിരക്കിലും യാത്രാ സൗകര്യം അടക്കമുള്ള സേവനങ്ങളും നൽകി വന്ന സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി കുടുംബങ്ങൾക്ക് തണലായി മാറി. എന്നാൽ സെന്ററിലെ മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഉന്നയിച്ച പരാതികളെ തുടർന്ന് നഗരസഭ ഇപ്പോൾ സെന്ററിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ്. ഹൈക്കോടതി വിധി വരുന്നതുവരെ പ്രവർത്തനം തുടരാമെന്ന മുൻധാരണ ലംഘിക്കപ്പെട്ടതായി രോഗികൾ പരാതിപ്പെടുന്നു. ലൈസൻസ് പുതുക്കുന്നതിനായുള്ള അപേക്ഷ നഗരസഭ തള്ളിയിരിക്കുകയാണ്. ജനുവരി 12 മുതൽ സെന്റർ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെന്നാണ് നഗരസഭാ സെക്രട്ടറി നൽകിയ നിർദ്ദേശം. മറ്റ് സെന്ററുകളിൽ ഡയാലിസിസിന് ഒഴിവില്ലാത്ത സാഹചര്യത്തിൽ സ്ഥാപനം അടച്ചുപൂട്ടിയാൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് രോഗികൾ പറയുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാപനം മുനിസിപ്പൽ ലൈസൻസിനുള്ള അപേക്ഷ നിരസിച്ചതിനാൽ സ്ഥാപനം അടയ്ക്കുകയാണെന്നുള്ളതാണ് കമ്മിറ്റികൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ സംവിധാനങ്ങളൊന്നുമില്ല. ഈ വേറെ അടുത്ത പ്രദേശങ്ങളിലൊന്നും സമീപ പ്രദേശങ്ങളിൽ എവിടെയും ഞങ്ങൾക്ക് ഒഴിവില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യാതെ 3 ദിവസത്തിലധികം നിൽക്കാൻ കഴിയില്ല. അതിനുശേഷം മരണപ്പെടും. അടച്ചിട്ടില്ല ഇതുവരെ അടച്ചിട്ടില്ല. നാളെ മുതൽ അടച്ചിടും എന്നാണ് പറയുന്നത്. നാളെ ലാസ്റ്റാണ്. അതിനുശേഷം പൂർണ്ണമായിട്ട് അടക്കാമെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇപ്പോൾ 22 പേര് വെച്ചാലും 36 പേർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നീട് അത് കുറച്ച് കാരണം മരിച്ചുപോയ ആൾക്കാരും മറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തവരും ഒഴിഞ്ഞുപോയവരൊക്കെ ഉണ്ട്. അവർ കഴിച്ചിട്ട് പിന്നെ പുതിയ ആൾക്കാരെ നിയമിക്കുന്നില്ല. കാരണം ഈ തർക്കങ്ങൾ നിലവിലുള്ളതുകൊണ്ട് പുതിയ ആൾക്കാരെ അവർ എടുക്കുന്നില്ല. 36 പേർക്ക് അവിടെ ശരിക്കും ചെയ്യാം. ഞങ്ങൾ 22 പേരെ ഇപ്പോഴുള്ളൂ. 14 പേർക്ക് വീണ്ടും ചെയ്യാവുന്നതായ ഒരു സ്ഥാപനമാണത്. പക്ഷേ അത് ഈ ആവശ്യമില്ലാതെ പരാതി ഉന്നയിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി അത് പൂട്ടിക്കാനുള്ള ശ്രമമാണ് കുറച്ച് ആൾക്കാർ ചെയ്യുന്നത്. എല്ലാവരുടെയും കിണറ്റിലെ മലിനജലം ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പരിശോധനയിൽ ആരുടെ കിണറ്റിലെയും വെള്ളം കുടിവെള്ള യോഗ്യമല്ല എന്ന് കണ്ടിട്ടില്ല. എല്ലാം കുടിവെള്ള യോഗ്യമണ്ണാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, വാട്ടർ അതോറിറ്റി ഇവരൊക്കെ പരിശോധിച്ചപ്പോൾ കണ്ടത്. മുനിസിപ്പാലിറ്റിയുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചതാണ്. നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് തങ്ങൾ ഇവിടെ എത്തുന്നത്. ആവശ്യമില്ലാത്ത പരാതികൾ നൽകി ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഡയാലിസിസ് നിലച്ചാൽ പിന്നെ എങ്ങോട്ട് പോകുമെന്ന് തങ്ങൾക്ക് അറിയില്ലെന്നും രോഗികൾ പറയുന്നു. 36 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം കേന്ദ്രത്തിലുണ്ട്. നിരന്തരമുള്ള പരാതികളെ തുടർന്ന് രോഗികളുടെ എണ്ണം കുറച്ചിരിക്കുകയാണിപ്പോൾ. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള DMOയുടെ NOC ലഭിക്കാത്തതിനാലാണ് ലൈസൻസ് പുതുക്കി നൽകാൻ സാധിക്കാത്തതെന്ന് നഗരസഭ അധികാരികൾ വ്യക്തമാക്കി. എന്നാൽ സെന്റർ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നഗരസഭയ്ക്ക് ഉദ്ദേശമില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ നൌഷദ് കൂടത്തിൽ പറഞ്ഞു. മാനുഷിക പരിഗണനയോടെയുള്ള നടപടി നഗരസഭ കൈക്കൊള്ളുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. സെന്റർ നമ്മളിപ്പോൾ ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷയായിരുന്നു നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാനദണ്ഡങ്ങൾ, ലൈസൻസ് പുതുക്കാനുള്ള ചില മാനദണ്ഡങ്ങൾ മുനിസിപ്പാലിറ്റി ചട്ടപ്രകാരം ഉണ്ട്. ആ ചട്ടപ്രകാരത്തിൽ പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ മെഡിക്കൽ സംബന്ധമായതുകൊണ്ട് DMOയുടെ NOC നിർബന്ധമാണ്. ആ NOC കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ആക്ട് പ്രകാരം സെക്രട്ടറി ഒരു സ്റ്റോപ്പ് മെമ്മോ ഡയാലിസിസ് സെൻ്ററിന് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ചട്ടപ്രകാരം എന്ന രീതിയിൽ മാത്രമാണ് അങ്ങനെ നൽകിയിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു നടപടിയും, ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ അത് നിർത്തലാക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും മേൽ നടപടിയും മുനിസിപ്പാലിറ്റി നൽകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്.
അതെ അതെ, ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ കമ്മിറ്റികൾ പരിഹരിച്ചിട്ടുണ്ട്. പല മേഖലകളിലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റുള്ള പല ഡയാലിസിസ് സെൻ്ററിനേക്കാളും ഒരുപാട് പല ഘടകങ്ങൾ ചേർത്തുകൊണ്ടിട്ടുള്ള ഒരുപാട് മലിനീകരണം, പല മേഖലയിലുള്ള മലിനീകരണം നിർത്തലാക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ അവർ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. നിലവിൽ മലിനീകരണ നിയന്ത്രണത്തിനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് സ്ഥാപന അധികാരികൾ പറയുന്നത്. രോഗികളുടെ ജീവനും നാട്ടുകാരുടെ ആരോഗ്യവും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. തലശ്ശേരി നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരാണ് ചുമതലയേറ്റത്. തലശ്ശേരി നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി കെ അഷ്റഫിനെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി MB സ്മിതയെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി COT ഷബീറിനെയും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഭാരതി ടീച്ചറെയും വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഹെൻറി ആന്റണിയെയും തെരഞ്ഞെടുത്തു. ടിക്കറ്റ് വരുമാനത്തിൽ ഉയർന്ന പ്രതിദിന കളക്ഷനുമായി വീണ്ടും കണ്ണൂർ KSRTC. ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് കണ്ണൂർ ജില്ലയിൽ 49,38,469 രൂപയായി കുതിച്ചത്. കണ്ണൂർ ഡിപ്പോയിൽ 23,45,269, തലശ്ശേരി ഡിപ്പോയിൽ 12,89,208, പയ്യന്നൂർ ഡിപ്പോയിൽ 13,03,992 രൂപ എന്നിങ്ങനെയാണ് ലഭിച്ചത്. ഇതര സംസ്ഥാന സർവീസുകൾക്കൊപ്പം ബജറ്റ് ടൂറിസം കൂടി പ്രധാന പങ്ക് വഹിച്ചു. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമാണിത്. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് 116 സർവീസുകളിലായി 481 ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്തു. 49,241 യാത്രക്കാർ ആശ്രയിച്ചു. തലശ്ശേരിയിൽ 59 സർവീസുകളിലായി 229 ട്രിപ്പുകളിൽ 27,158 യാത്രക്കാരുണ്ടായി. പയ്യന്നൂരിൽ 68 സർവീസുകളിലായി 422 ട്രിപ്പുകളിൽ 39,980 യാത്രക്കാരും ഉണ്ടായി. ഞാൻ പെരിയാരം കണ്ണൂരിൽ നിന്ന് വരുന്നു. KSRTC ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല സത്യം പറഞ്ഞ. കാരണം എന്നെ പോലെയുള്ളവർക്ക് കൂടി ഈ ഒരു യാത്ര അത്രയും നല്ലതാവണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. ഞാനും ആദ്യം വിചാരിച്ചത് എന്നെ പോലെയുള്ളവരുണ്ടാവൂല, അപ്പൊ എനിക്ക് ബോറടിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, ഏത് പ്രായക്കാർക്കും ഈ യാത്രയിൽ പങ്കെടുക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇനി യങ്സ്റ്റേഴ്സ് വരണം. കാരണം എല്ലാവരും എന്റെ ഒരു തോട്ടിൽ തന്നെ ആയിരിക്കും വരണ്ടെന്നുള്ള രീതിയിൽ ഉണ്ടാവുക. പക്ഷെ വന്ന് ഈ യാത്രയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ കൊണ്ടുപോകുന്ന ഹോട്ടലുകൾ വളരെ നല്ല ക്ലീനും പിന്നെ നല്ല ഭക്ഷണവും ആണ് സെർവ് ചെയ്യുന്നത്. വർഷങ്ങളായി നൂലുകൾക്കിടയിൽ നെയ്തെടുത്ത സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിന്റെ തിളക്കം. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘത്തിലെ ഖാദി നെയ്ത്ത് തൊഴിലാളികളായ ബിന്ദുവിനും എലിസബത്തിനും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് കാണാൻ ഡൽഹിയിൽ നിന്ന് ക്ഷണം ലഭിച്ചു. കേരളത്തിൽ നിന്ന് ഖാദി കമ്മീഷൻ തെരഞ്ഞെടുത്ത 4 പേരിൽ 2 പേരും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘത്തിലെ ചെറുപുഴ കുണ്ടന്തട യൂണിറ്റിലെ ജീവനക്കാരാണ്. വാർത്ത കാണാം. മനില ഷെഡ് പീസുകൾ മോദിക്ക് സമ്മാനിച്ച ബിന്ദുവും എലിസബത്തും റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥികളായി പോകും. വർഷങ്ങളായി നൂലിഴയിൽ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന 2 പേരാണിവർ. അവർക്ക് ഖാദി കമ്മീഷനിൽ നിന്ന് കോൾ വന്നപ്പോൾ സാധാരണ മീറ്റിംഗിനുള്ള വിളിയാണെന്നാണ് കരുതിയത്. എന്നാൽ 26-ന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥികളായി തെരഞ്ഞെടുത്തെന്ന് അറിയിച്ചപ്പോഴുണ്ടായ അമ്പരപ്പ് ബിന്ദുവിനും എലിസബത്ത് ജോർജിനും ഇതുവരെ മാറിയിട്ടില്ല. അറിഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ മാസമാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നേ. റിപ്പബ്ലിക് ദിന പരേഡിന്റെ പങ്കെടുക്കാൻ വേണ്ടിയാന്ന് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഡൽഹിയിൽ പോകാനുള്ള ഒരു ഇത് ഉണ്ടായിട്ട് അറിഞ്ഞിട്ടുണ്ടായിട്ടോ. അന്നേരം നമ്മുടെ പയ്യന്നൂർ ഫർക്കയിൽ നിന്ന് പിന്നെ കേരളത്തിൽ നിന്ന് 2 തൊഴിലാളികളാണ്. അന്നേരം ബോർഡിൽ നിന്ന് 2 ആളാണ് പോകേണ്ടത്. അന്നേരം ഒരു നൂൽപ്പ് തൊഴിലാളി, ഒരു നെയ്ത്ത് തൊഴിലാളിയാണ്. അങ്ങനെ നൂൽപ്പ് തൊഴിലാളി പോകാത്തതുകൊണ്ട് ഇവിടെ തന്നെ 2 നെയ്ത്ത് തൊഴിലാളി അങ്ങനെ പോകുന്നതാണ്. പരിപാടിക്ക് വിളിച്ചപ്പോൾ വളരെ സന്തോഷമാണ്. എന്താ വെച്ചാൽ വളരെ തുച്ഛമായ ജോലിയിൽ ജോലി ചെയ്തു വരുന്ന ഒരു ഖാദി മേഖലയാണ്. അതിൽ നിന്ന് ഇത്ര നല്ല ഒരു പിന്നെ ഒരു പരേഡിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചു എന്ന് പറയുന്നത് വളരെ ഭാഗ്യം, നല്ലൊരു സന്തോഷമാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് പോകാൻ അറിഞ്ഞ അന്നേരം മുതലേ ഒരു സന്തോഷമുണ്ട്. പിന്നെ
വിഷമമുണ്ട് നമ്മളെ ഈ ഖാദി മേഖലയെ കുറിച്ച് അറിയുമ്പോൾ. വളരെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഉള്ളൊരു മേഖലയാണല്ലോ ഖാദി മേഖല. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിലെ നെയ്ത്തു തൊഴിലാളികളാണ് KV ബിന്ദുവും എലിസബത്ത് ജോർജും. ചെറുപുഴ കുണ്ടംതടം യൂണിറ്റിൽ ബിന്ദു 16ഉം എലിസബത്ത് 13ഉം വർഷമായി ജോലി ചെയ്യുന്നു. പുതുവത്സര സമ്മാനം പോലെയാണ് വിവരം അറിഞ്ഞതെന്നും ഇത് ഭാഗ്യമാണെന്നും ഇരുവരും പറഞ്ഞു. കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ക്ഷേത്രത്തിലെ വാർഷിക തിരുവപ്പന മഹോത്സവത്തിൽ ഭക്തജന തിരക്ക്. കടൽനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നത്തൂർപ്പാടിയിൽ കോടമഞ്ഞും കുളിരും നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഭക്തർക്ക് മുത്തപ്പന്റെ തിരുവപ്പന ദർശനം ലഭിക്കുന്നത്. കുന്നത്തൂർപ്പാടി മുത്തപ്പൻ തിരുവപ്പന മഹോത്സവത്തിൽ ഭക്തജന പ്രവാഹമേറുന്നു. ധനു 2 മുതൽ മകരം 2 വരെ നീളുന്ന ഒരു മാസക്കാല ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നടക്കുന്നത്. ദിവസേന വൈകിട്ട് മുത്തപ്പൻ വെള്ളാട്ടവും രാത്രി തിരുവപ്പനയും നടന്നു വരുന്നുണ്ട്. പ്രസാദകൂട്ടും ഒരുക്കിയിട്ടുണ്ട്. മലമുകളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിനായി ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനമായ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഉത്സവം ഈ വർഷം ധനു 2 മുതൽ മകരം 2 വരെ ആഘോഷിക്കുകയാണ്. നാളും ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഊട്ടുംവെള്ളാട്ടവും ഒന്ന് രാത്രി 10 മണിക്ക് തിരുവപ്പനയും. ഇത് കഴിഞ്ഞ് മുത്തപ്പൻ ആവശ്യപ്പെടുന്ന ദിവസങ്ങളിൽ മുലമ്പറ്റ ഗൗരി, അത് കഴിഞ്ഞ് തുടർന്ന് വെള്ളാട്ടവും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഒരു ദിവസം ഉത്സവത്തിൻ്റെ ചടങ്ങ്. ആ ഉത്സവം എന്നത് എല്ലാ ദിവസവും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കും. ഭക്തജനങ്ങൾ ഇപ്രാവശ്യം സാധാരണയിൽ കൂടാതെ അപൂർവമുള്ള ഭക്തജനങ്ങളാണ് ഉള്ളത്. കൂടുതൽ സ്ത്രീജനങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷയിൽ കൂടുതൽ സ്ത്രീജനങ്ങളാണ് ഇപ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്സവത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് 2 നേരവും താഴെ ഊട്ടുപടിയിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ ഉച്ചക്ക് 12 മണി മുതൽ 2 മണി വരെയും വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെയുമാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. ഭക്തിയും പ്രകൃതിയും സമന്വയിക്കുന്ന കുന്നത്തൂർപ്പാടി തിരുവപ്പന മഹോത്സവം പ്രദേശമാകെ ആത്മീയ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ച് ഭക്തജനങ്ങളെ ആകർഷിച്ച് മുന്നേറുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡാൻസ് സ്റ്റുഡിയോ. ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta,
Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. തിരികെ വാർത്തകളിലേക്ക്. മാഹിയിലെ ശ്രീനാരായണ ബി.എഡ് കോളേജിലെ 2023-25 വർഷത്തെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ജനുവരി 10 കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് നടക്കും. ചടങ്ങിന്റെ ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് നിർവഹിക്കുമെന്ന് കോളേജ് ചെയർമാൻ ഡോക്ടർ N.K. രാമകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ 3 പതിറ്റാണ്ട് കാലമായി മാഹിയിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ബി.എഡ് കോളേജ് ഏവർക്കും അറിയാവുന്നതാണ്. ഇതുവരെ ഇങ്ങനെ ഒരു ചടങ്ങ് ഞങ്ങൾ നടത്തിയില്ല. മിക്ക വർഷങ്ങളിലും 100% റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഈ കഴിഞ്ഞ വർഷം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് കോളേജുകളുടെ കൂട്ടത്തിൽ 100% റിസൾട്ട് ഉണ്ടാക്കിയ ഞങ്ങൾ മാത്രമാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് പരീക്ഷയിൽ ഈ വർഷവും 100% വിജയം കൈവരിച്ച മാഹിയിലെ ശ്രീനാരായണ ബി.എഡ് കോളേജിലെ 2023-25 വർഷത്തെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ശനിയാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 നടക്കും. ചടങ്ങിന്റെ ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് നിർവഹിക്കും. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ ഭാസ്കരൻ നായർ, ചോമ്പാല CSI വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശശികുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ ഡോക്ടർ N.K. രാമകൃഷ്ണൻ, ഉത്തമരാജ് മാഹി, ഡോക്ടർ മുഹമ്മദ് കാസിം, MM പ്രീതി എന്നിവർ പങ്കെടുത്തു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി നഗരസഭയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാനെയും വടക്കൻ മേഖലയിലെ കൗൺസിലർമാരെയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പൊന്നാട അണിയിച്ചു. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, വൈസ് ചെയർപേഴ്സൺ വി സതി എന്നിവർക്കും കോടിയേരി വടക്കൻ മേഖലയിലെ കൗൺസിലർമാരായ യു ബ്രിജേഷ്, ഭാരതി ടീച്ചർ, കെ സുധാകരൻ, സ്മിത, ഷബീർ, പ്രീത, റീജ എന്നിവർക്കും സ്വീകരണം നൽകി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ജനപ്രതിനിധികളെ പൊന്നാരണിച്ച് ആദരിച്ചു. ഇവിടെ ഒരു മൈതാനത്തെ കുറിച്ച്, കളിക്കളത്തെ കുറിച്ച് പറഞ്ഞു. നമുക്ക് എല്ലാ ഗ്രാമങ്ങളുടെയും ഒരു സ്വപ്നമാണ് മികച്ച കളിക്കളങ്ങൾ ഉണ്ടാവുക. ആഗ്രഹ മക്കളുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. നമ്മുടെ മുമ്പുള്ള പരിമിതി അതിന് സ്ഥലം ലഭ്യമാക്കുന്നതാണ്. അപ്പൊ ആ ഒരു ഗ്രൗണ്ടിന് വേണ്ടി സ്ഥലം ലഭ്യമാക്കുക എന്നുള്ളത് കാലഘട്ടത്തിൽ ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യമാണ്. എവിടെയും അല്ലെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊന്നും അപൂർവമായിട്ട് ഉണ്ടാവും. അപ്പൊ ഓരോ സ്ഥലത്തിനും പുന്നക്കരയാണ്. അത്രയും വില കൊടുത്ത് ആർക്കും വാങ്ങാൻ കഴിയില്ല. പൊതുസ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഭൂമി വാങ്ങുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട്. വായനശാല പ്രസിഡന്റ് TK ഷാജി മാസ്റ്റർ അധ്യക്ഷനായി. വിജയൻ വെളിയമ്പ്ര, വായനശാല സെക്രട്ടറി KP അരുൺകുമാർ, K അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ
മറുപടി പ്രസംഗം നടത്തി. മാഹി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 42ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഫെബ്രുവരി 1 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൂർണമെന്റിന്റെ ബ്രോഷർ പ്രകാശനം തലശ്ശേരി പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കരായി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. മാഹി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 42ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഫെബ്രുവരി 1 തുടക്കമാകും. ടൂർണമെന്റ് 17 സമാപിക്കും. ബ്രോഷർ പ്രകാശനം തലശ്ശേരി പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കരായി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ചരിത്രത്തിൽ ഏറ്റവും അടയാളപ്പെടുത്തിയ ഒരു ഫുട്ബോൾ ടൂർണമെന്റാണ് മാഹി ടൂർണമെന്റ്. യുവത്വത്തിലേക്ക് വരുന്നവർ, യുവത്വത്തിൽ നിൽക്കുന്നവരെല്ലാം ഒരു കാലത്ത് മാഹി ഫുട്ബോൾ മൈതാനത്ത് പോകാത്തവരുണ്ടാവും കളി കാണാൻ. ഫുട്ബോൾ മേഖലയിൽ അരനൂറ്റാണ്ടോളം ചരിത്രമുള്ള മാഹി സെവൻസ് ഫുട്ബോളിൻ്റെ ബ്രോഷറാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നേരത്തെ ഇവിടെ സ്വാഗത ഭാഷകനും പറഞ്ഞു, നേരത്തെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ ശ്രമദാനം കൊണ്ടാണ് നടത്തിയെടുക്കാറ്. ഇപ്പം എല്ലാം കമേഴ്ഷ്യലാണ്, കച്ചവടമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. കാരണം കമ്പോളം എല്ലാത്തെയും നിയന്ത്രിക്കുകയാണ്. പരസ്പരം ബന്ധപ്പെട്ടതാണ് കമ്പോളത്തിലെ കമേഴ്ഷ്യൽ സംവിധാനം എന്നതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്ക് ഫുട്ബോളിൻ്റെ ആരവമുണ്ടാവണം, അതുപോലെ ആരവം തീർക്കാൻ ബിസിനസ്സുകാരും വേണം. അങ്ങനെ ആകെ പരസ്പരം ബന്ധപ്പെട്ടെടുക്കുകയാണ്. അതുകൊണ്ടാണ് കച്ചവട സമൂഹം ഇതിനുവേണ്ടി മുൻകൈയെടുക്കുന്നത്. ടൂർണമെന്റിനായി ട്രോഫികളും ഷീൽഡുകളും സമ്മാനിച്ച സ്പോൺസർമാരായ ഡൗൺ ടൗൺ മാൾ, ഗ്രാൻഡ് തേജസ്, ലക്സ് ഐവി സലൂൺ, ഐഗ് ഫോക്സ് ടെക്നോളജി സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. മാഹി കോളേജ് ഗ്രൗണ്ടിൽ ദിവസവും രാത്രി 7:30 മത്സരങ്ങൾ നടക്കുക. മുഖ്യാധികാരിയായി ഉള്ള 42ാമത് ഫുട്ബോൾ ടൂർണമെന്റാണ് ഈ വരുന്ന ഫെബ്രുവരി 1 തൊട്ട് 17 വരെ മാഹി മൈതാനത്ത് വെച്ച് നടക്കുന്നത്. ഇപ്പോൾ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ മാധ്യമങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും തന്ന് ഈ ടൂർണമെന്റ് വിജയിപ്പിക്കണം. ഇതിൽ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ, ഒന്ന്, സ്ത്രീകൾക്കും തികച്ചും സൗജന്യമായാണ് പ്രത്യേക ഗാലറി തന്നെ ഷീ ഗാലറി തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത്. പിന്നെ ഭിന്നശേഷി കുട്ടികൾക്കും അതേപോലെ തന്നെ സ്റ്റുഡൻസിനും പ്രത്യേക ഭിന്നശേഷി കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ്. കുട്ടികൾക്ക് കൺസെഷൻ റേറ്റിലുള്ള ടിക്കറ്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, ടൗൺ സ്പോർട്സ് ക്ലബ്ബ് വളപട്ടണം, ഹണ്ടേഴ്സ് കൂത്തുപറമ്പ് തുടങ്ങി കേരളത്തിലെ പ്രശസ്തരായ 16 ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. പ്രമുഖ സെവൻസ് ഫുട്ബോൾ ടീമുകൾ 16 ടീമുകൾ മാറ്റുരക്കുന്ന മത്സരമാണ്. അതേപോലെ തന്നെ പറയാനുള്ളത് 1938 രൂപീകൃതമായ ക്ലബ്ബ് അത് 1954 ടൂർണമെന്റുകൾ നടത്താൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, പല ഗ്രൗണ്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനുശേഷം 1954 ആരംഭിച്ച ടൂർണമെന്റ് ഇപ്പോൾ 42ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ടൂർണമെന്റ് വിജയിപ്പിക്കാൻ മുഴുവൻ പത്രപ്രതിനിധികൾ, വിദേശ കളിക്കാരും അണിനിരക്കും. ടൂർണമെന്റ് കാണാൻ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമാണെന്ന് സംഘാടകർ പറഞ്ഞു. കുട്ടികൾക്ക് പ്രത്യേക ഇളവും നൽകും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ അനിൽ ബിലങ്ങിൽ, KC നിഖിലേഷ്, ജയരാജ് അടിയേരി, പ്രേമകുമാരി, KK ശ്രീജ, TK ഹേമചന്ദ്രൻ, P ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.
മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പ്രശസ്ത ഗായകൻ മുഹമ്മദ് റാഫിയുടെ 101ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി റാഫി ലവേഴ്സ് ഫോറം തലശ്ശേരിയും പാനൂർ മ്യൂസിക് ലവേഴ്സും ചേർന്ന് റാഫി നൈറ്റ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 6 മുതൽ വൈകിട്ട് 8:30 വരെ പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത ഗായകൻ മുഹമ്മദ് റാഫിയുടെ 101ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി റാഫി ലവേഴ്സ് ഫോറവും പാനൂർ മ്യൂസിക് ലവേഴ്സും ചേർന്നാണ് സുമംഗലി ഓഡിറ്റോറിയത്തിൽ റാഫി നൈറ്റ് ഒരുക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6 മുതൽ 8 വരെയാണ് റാഫി നൈറ്റ് നടക്കുകയെന്ന് സംഘാടകർ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. പക്ഷെ കേരളത്തിൽ മുഴുവനും അങ്ങോളം ഇങ്ങോട്ടും അത് വേരോടുള്ള സംഘടനയാണ്. അത് ചേർന്നാണ് സിംഗിൾ ഡിസൈനേഴ്സ് അവരും ചേർന്നിട്ടാണ് ഈ റഫി നൈറ്റ് നമ്മുടെ പാനൂരിലെ സംഘടിപ്പിക്കുന്നത്. പാനൂരിൽ ആദ്യമായിട്ട് ഉത്സാഹം പറഞ്ഞതുപോലെ പാനൂരിൽ ആദ്യമായിട്ട് റഫിയുടെ ഒരു പാട്ടുകളുടെ ഒരു എന്താ പറയുക ഈ ഷോ ആദ്യമായിട്ട് നടക്കുന്നത് പാനൂർ നടക്കുന്ന ആദ്യമായിട്ടാണ്. പ്രഗത്ഭരായ ഗായകർ പരിപാടിയിൽ പങ്കെടുക്കും. കഥ പറയാനും കൂടെ പാടാനും അവസരമൊരുക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ രാജേന്ദ്രൻ തായാട്ട്, VC അഷ്റഫ്, അബ്ബാസ് മളിയക്കൽ, അജിയൻ പാനൂർ, ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ചൊക്ലി കാഞ്ഞിരത്തിൻ കീഴിൽ തഖ്വ മസ്ജിദ് കമ്മിറ്റി സംഘടിപ്പിച്ച സനാബിൽ 2026 തുടക്കമായി. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് സനാബിൽ 2026 ഉദ്ഘാടനം ചെയ്തു. ആ സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഈ ഘട്ടത്തിൽ ഞാനിവിടെ കൂടിയവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏത് മതമായാലും ആ മതത്തിന്റെ ഭാഗമായി മുന്നോട്ടേക്ക് വെക്കുന്ന ആശയങ്ങൾ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാ മതഗ്രന്ഥത്തിന്റെയും ഭാഗമായി കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യഥാർത്ഥ മതവിശ്വാസി ഒരിക്കലും മത തീവ്രവാദിയോ വർഗീയവാദിയോ ആവുന്നില്ല. മറിച്ച് ഒരു യഥാർത്ഥ മതവിശ്വാസി ഒരു നല്ല മനുഷ്യനായി ഈ സമൂഹത്തിൽ കാണപ്പെടും എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രത്യേകത. ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാ മതങ്ങളും പ്രദാനം ചെയ്യുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വചനങ്ങളാണ് എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ്
ഖുർആൻ പഠനം പൂർത്തിയാക്കി ഇവിടെ മികച്ച നിലയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരിക്കുന്നത്. ഖുർആൻ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കും തിബിയാൻ ഇസ്ലാമിക് പ്രീ സ്കൂൾ 2024-2025 അധ്യയന വർഷം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുമുള്ള സന്നദ്ധദാന സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു. സയ്യിദ് ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം മഷൂർ തങ്ങൾ, സയ്യിദ് ഹുസൈൻ ബാബു തങ്ങൾ, മുഹമ്മദ് സഖാഫി മിസ്ബാഹി ചൊക്ലി, പവിത്ര മാസ്റ്റർ, സുലൈമ മാസ്റ്റർ, ഷാനിദ് മേക്കുന്ന്, ടി ജയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രഭാഷണം, കലാപരിപാടികൾ തുടങ്ങിയവയും സനാബിൽ 2026 ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മാങ്ങാട്ടിടം UP സ്കൂളിൽ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് അഗ്നിരക്ഷാ സേനാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. മാങ്ങാട്ടിടം UP സ്കൂളിൽ കൂത്തുപറമ്പ് അഗ്നിരക്ഷാ സേനാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് അഗ്നിസേനാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരായ വി വിപിൻ, എ രാഹുൽ, PK വിനേഷ് എന്നിവർ ക്ലാസ് കൈകാര്യം ചെയ്തു. നിർത്താണ്ട് ബെല്ലടിക്കും, അതിനെന്താ വിളിക്കുക? ഫയർ ബെല്ല് വിളിക്കും. ഓക്കെ, നിർത്താണ്ട് ബെല്ലടിക്കും, അതിന് എമർജൻസി ബെല്ലെങ്കിൽ അല്ലെങ്കിൽ ഫയർ ബെല്ലെന്ന് വിളിക്കും. ഫയർ ബെല്ല് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അസംബ്ലി വെക്കണം. ഓക്കെ, കൈമുട്ട് മടങ്ങാൻ പാടില്ല. ഇന്നലെ നല്ല ബോഡി വെയിറ്റ് അപ്ലൈ ചെയ്യണം. കൗണ്ട് ചെയ്യുന്ന രീതിയാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വീണ്ടും നമ്മൾ 1 തന്നെ കൗണ്ട് ചെയ്യാം. അതിന് ഫയർമാൻ ലിഫ്റ്റ് വേണ്ടോ? നമുക്ക് എത്ര വെയിറ്റ് ഉള്ളവരെയും നീ എടുക്കാൻ പറ്റും. PTA വൈസ് പ്രസിഡന്റ് PK നൌഫൽ അധ്യക്ഷനായി. രാഹി ടീച്ചർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ അധ്യാപകരായ NP ലിംഷ, K പ്രവീണ, സ്മൃത തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. രാഹി ടീച്ചർ സ്വാഗതവും P ഷിജിന നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിയാട് തണൽ അഭയ ഡയാലിസിസ് സെന്റർ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രോഗികൾ. ജീവിതം വഴിമുട്ടുമെന്ന് ചൂണ്ടിക്കാട്ടി രോഗികൾ നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകി. ടിക്കറ്റ് വരുമാനത്തിൽ ഉയർന്ന പ്രതിദിന കളക്ഷനുമായി കണ്ണൂർ KSRTC. ഇക്കഴിഞ്ഞ 5-ാം തീയതി ലഭിച്ചത് 49,38,469 രൂപ. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘത്തിലെ ഖാദി നെയ്ത്ത് തൊഴിലാളികൾക്ക് റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് കാണാൻ ക്ഷണം. നെയ്ത്ത് തൊഴിലാളികളായ ബിന്ദുവിനും എലിസബത്തിനുമാണ് സുവർണാവസരം ലഭിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.